നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം ഭരിക്കാൻ ഇനി വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. എല്ലാവരോടും നന്ദിയെന്നും ഒരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും വി ഡി സതീശൻ. ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയ ആഗ്രഹമായി ഉയർന്നതുകൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതെന്ന് നജീബ് കാന്തപുരം MLA. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ MLA മാർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും നജീബ് കാന്തപുരം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ കരിമ്പുഴയിലെ PA തങ്ങൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദീർഘകാലം അംഗവുമായി. മണ്ണാർക്കാട് CPIയിലെ പേയ്മെന്റ് സീറ്റ് വിവാദം. AYF നേതാവ് ഷാഫി നറുക്കോട്ടിലിനെതിരെ അച്ചടക്ക നടപടിക്ക് നീക്കം. മണ്ഡലം കമ്മിറ്റി അംഗമായ ഷാഫിയുടെ അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നെല്ലായിൽ ഫുട്ബോൾ ടർഫിൽ വെച്ച് യുവാക്കളെ ആക്രമിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ 4 പേർ അറസ്റ്റ്. കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു സംഭവം. അക്രമത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ്. ആലിപ്പറമ്പിൽ ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കിയില്ല. വർഷങ്ങളായി നേരിടുന്ന യാത്രാ ദുരിതത്തിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വിശദമായ വാർത്തകൾ. അങ്ങനെ കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാകും. കോൺഗ്രസ് ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന 10 ദിവസത്തോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനും മാരത്തോൺ ചർച്ചകൾക്കുമൊടുവിലാണ് ദില്ലിയിൽ വി ഡി സതീശനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. ജനവികാരവും ഘടകകക്ഷികളുടെ പിന്തുണയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ പിന്തുണച്ചു. UDFനെ തെരഞ്ഞെടുപ്പിൽ നയിച്ച നായകൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതിൽ ആഹ്ലാദത്തിലാണ് പ്രവർത്തകരും. എല്ലാവരോടും നന്ദിയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത UDF പ്രവർത്തകരും നേതാക്കളുമാണ് തന്നെ ഇതിന് പ്രാപ്തനാക്കിയതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയ ആഗ്രഹമായി ഉയർന്നതുകൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ദീർഘവീക്ഷണമുള്ള വികസന കാഴ്ചപ്പാടുകളാണ് വി ഡി സതീശൻ്റെ പ്രത്യേകത. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൻ്റെ വികസന അജണ്ടകൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ MLA മാർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആരെ തീരുമാനിക്കുമ്പോഴും അതേറെ സന്തോഷപൂർവ്വം തന്നെയാണ് നമ്മളെല്ലാവരും സ്വീകരിക്കുക. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നത് UDFന്റെ ഓരോ പ്രവർത്തകന്റെയും ആഗ്രഹം എന്ന പോലെ മലയാളിയുടെ പൊതുവായ ഒരു ആഗ്രഹമായി അത് വളർന്നതുകൊണ്ട് തന്നെയാണ്, അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും വി ഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രത്യേകമായിട്ടുള്ള വിഷനാണ്. ആ വിഷൻ എന്ന് പറയുന്നത് കേരളത്തെ ഒരു 1/4 നൂറ്റാണ്ട് സജ്ജമാക്കാനുള്ള, പ്രത്യേകിച്ച് ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ജിയോ പൊളിറ്റിക്സിലൂടെ നമ്മൾ കടന്നു പോവുകയും കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സുകളെല്ലാം നമ്മൾ ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് വളരെയധികം ഉത്തരവാദിത്തപൂർവം തന്നെ ഒരു നാടിനെ നയിക്കേണ്ട സന്ദർഭമാണിത്. ആ ഘട്ടത്തിൽ വളരെ വിഷനറി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടാകുന്നത് നമുക്കേറെ കരുത്തും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഏറെ ഞാൻ സന്തോഷിക്കുന്ന കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ വികസന അജണ്ടകളാണ്. ആ അജണ്ടകൾക്ക് പിന്തുണ നൽകാനും അതിന് ആവശ്യമായ സഹായം നൽകാനും സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിൽ UDFന്റെ ഭരണം വളരെ ശക്തമായി മുന്നോട്ട് പോകും. വളരെ വലിയ മാൻഡേറ്റാണ് കേരളം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു ജനവിധിയുമായി അതിൻ്റെ കരുത്തുമായി പ്രിയപ്പെട്ട വി ഡി സതീശൻ കേരളത്തെ നയിക്കുമ്പോൾ അത് MLA മാർ എന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ വലിയ വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ആ പ്രതീക്ഷകൾ പൂർണ്ണമായും സഫലമാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും എനിക്കുണ്ട്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരം MLA കൊണ്ടുവന്ന IAS അക്കാദമി അടക്കമുള്ള പുതുമയാർന്ന പദ്ധതികളെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രശംസിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് പോലും സാധ്യമല്ലാത്ത പദ്ധതി നജീബ് കാന്തപുരം നടപ്പാക്കിയെന്നാണ് വി ഡി സതീശൻ നയിച്ച പുതുയുഗ യാത്ര പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ പറഞ്ഞു വിശേഷിപ്പിച്ചത്. IAS അക്കാദമി വി ഡി സതീശൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് അസൂയാണ്
എന്തെല്ലാം പ്രോജക്റ്റാണ് തുടങ്ങിയിരിക്കുന്നത്, എന്തെല്ലാം പരിപാടി ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യം. അതുപോലെ എത്ര സംരംഭങ്ങളാണ് ഇവിടെ, കുട്ടികൾക്ക് പഠിക്കാനും മറ്റ് സംരംഭങ്ങളും. എന്തൊരു എഫർട്ടാണ് ഈ മനുഷ്യനെടുക്കുന്നത്. ആദ്യമായിട്ട് MLA ആയ ഒരാളാണോ ഇത് ചെയ്യുന്നതെന്ന് സത്യം എനിക്ക് അവിശ്വസനീയമായി. ഞാൻ പിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും പിടിച്ചില്ല, ഭയങ്കര അസൂയ വന്നു. സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യം ആദ്യമായിട്ട് MLA, ഞാൻ 25 കൊല്ലം ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് ഈ മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. എന്തൊരു കമ്മിറ്റ്മെന്റാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ വേറെങ്കിലും പോയിട്ട് ഇങ്ങനെ MLA-മാരെ പോലീസ് പറഞ്ഞിട്ടൊന്നുമില്ല. അനിൽ എൻ്റെ ആത്മമിത്ര, അനിലിനെ പോലും ഞാൻ പോലീസ് പറഞ്ഞില്ല അവിടെ പോയി. ഇതൊരു ഭയങ്കര മുതലാണ്. 5 കൊല്ലക്കാലം അതുപോലെയാണ് ചെയ്തത്. ഞാൻ നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞൊന്നും തരില്ല, ഭയങ്കര കവന ദേശമൊന്നും പറഞ്ഞു തരില്ല. പക്ഷെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തന്നെ തോന്നി, എനിക്കൊരു കുറ്റബോധം തോന്നി. എനിക്ക് ഇത്രയും കൊല്ലമായിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. വ്യത്യസ്തമായ വികസന പദ്ധതികളിലൂടെ നാടിന്റെ മുന്നേറ്റത്തിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, VD സതീശൻ തുടങ്ങിയ നേതാക്കളുടെ പ്രോത്സാഹജനകമായ പിന്തുണ ഏറെ പ്രതീക്ഷാപൂർവ്വം കാണുന്നു എന്നും നജീബ് കാന്തപുരം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളാവട്ടെ, VD സതീശനാവട്ടെ, അവരൊക്കെ വളരെ പ്രോത്സാഹനജനകമായ നിലപാടുകൾ ഞങ്ങളോടൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും വളരെ പുതുമയാർന്ന ചില സംരംഭങ്ങൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ തുടങ്ങുമ്പോൾ വളരെ വലിയ വെല്ലുവിളികൾ, വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ജോബാണ് അതെന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതെല്ലാം വളരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം പ്രോത്സാഹനങ്ങൾ, പ്രത്യേകിച്ച് സാദിഖലി ശിഹാബ് തങ്ങളെ പോലെ, VD സതീശനെ പോലെയുള്ള നേതാക്കന്മാർ നൽകിയ പിന്തുണ, അവർ നൽകിയ നല്ല വാക്കുകൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. അതൊക്കെ വളരെ പ്രതീക്ഷാപൂർവ്വം ഞാൻ കാണുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മണ്ണാർക്കാട് യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഫൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുമരപുത്തൂർ മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് വറോഡൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ, അരുൺകുമാർ പാലക്കുറിശി, ഗിരീഷ് ഗുപ്ത, CP അലി, രാജൻ ആമ്പാടത്ത്, ഷിഹാബ് കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PA തങ്ങൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ 10:30 അന്ത്യം. കരിമ്പുഴയിൽ മുസ്ലിം ലീഗിനെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവായിരുന്നു PA തങ്ങൾ. STU ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ലീഗ് ട്രഷറർ, ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ ആദ്യത്തെ മുസ്ലിം ലീഗ് മെമ്പറാണ്. കച്ചവടത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന കരുത്തനായ നേതാവായിരുന്നു PA തങ്ങൾ. ഹൈദ്രൂസി സയ്യിദ് കുടുംബ പാരമ്പര്യമുള്ള കുഞ്ഞിക്കോയ തങ്ങളുടെയും ഇമ്പിച്ചി ബീവിയുടെയും മകനായി പട്ടാമ്പിയിലായിരുന്നു പള്ളിത്താഴത്ത് ആറ്റക്കോയ തങ്ങളെന്ന PA തങ്ങളുടെ ജനനം. ഞാങ്ങാട്ടിരിയിലും പട്ടാമ്പിയിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം. 23-ാം വയസ്സിലാണ് കരിമ്പുഴയിൽ താമസമാക്കിയത്. 1979-ലാണ് കരിമ്പുഴ പഞ്ചായത്തിലേക്ക് ആദ്യമായി മത്സരിച്ചത്. വിജയവും നേടി. തുടർന്ന് 7 തവണ മത്സരിച്ചു. 1 വട്ടം മാത്രം തോറ്റു. 7.5 വർഷക്കാലം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി. കരിമ്പുഴയിലെ മലഞ്ചിറയിലാണ് വീട്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ 10:30 അന്ത്യം. ഉച്ചയ്ക്ക് ശേഷം കരിമ്പുഴ പഞ്ചായത്ത് ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. K പ്രേംകുമാർ MLA, പാലോളി മുഹമ്മദ് കുട്ടി, P ഹരിഗോവിന്ദൻ, CAMA കരീം, KE ഇസ്മായിൽ, മുസ്തഫ തങ്ങൾ, PA സലാം, ജമീല ടീച്ചർ, വരയ്ക്കാർ മാരായമംഗലം തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 11-ന് തോട്ടര പ്ലാസ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള കുടുംബ ഖബർസ്ഥാനിൽ നടക്കും. ഭാര്യ മുല്ല ബീവി, മക്കൾ കുഞ്ഞി ബീവി, അഷ്റഫ് തങ്ങൾ, പൂക്കോയ തങ്ങൾ, ഹബീബ് തങ്ങൾ, ഫസൽ തങ്ങൾ, ബൽക്കീസ് ബീവി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരോടും നല്ല ബന്ധം പുലർത്തിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു PA തങ്ങൾ. എതിരാളികളുടെ പോലും ബഹുമാനം ഏറ്റുവാങ്ങാനും അവരുമായുമെല്ലാം സൗഹൃദം കാത്തുസൂക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കറുപുരളാത്ത രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയായിരുന്നു PA തങ്ങൾ. തൻ്റെ ആശയവും രാഷ്ട്രീയവും ശക്തമായി തന്നെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചപ്പോഴും എല്ലാവരുമായും നല്ല ബന്ധം പുലർത്തിപ്പോന്നു. അവർക്കെല്ലാം പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പയായിരുന്നു PA തങ്ങൾ. എതിരാളികൾക്ക് പോലും ആദരണീയനായ വ്യക്തിത്വത്തിന് ഉടമ.
കരിമ്പുഴയിൽ ലീഗിനെ കരുത്തുറ്റ ശക്തിയാക്കി മാറ്റിയെടുത്തതും പി.എ. തങ്ങളാണ്. മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, സംഘാടകൻ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം അരനൂറ്റാണ്ടിലധികം അദ്ദേഹം കരിമ്പുഴയുടെ മണ്ണിൽ നിറഞ്ഞു നിന്നു. സിഡ്കോ, ചിറ്റൂർ ഷുഗർ ഫാക്ടറി, KSIE, ആലപ്പുഴ സ്പിന്നിംഗ് മിൽ, കുലിക്കിലിയാട് സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളുടെ ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അവശതകൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രവർത്തകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അരനൂറ്റാണ്ട് കാലത്തെ സംസിദ്ധമായ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമെന്നോണം രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖരെയെല്ലാം പങ്കെടുപ്പിച്ച് കരിമ്പുഴയുടെ സ്നേഹാദരവും 2021 ഡിസംബർ 26 നൽകുകയുണ്ടായി. നാടിനും നാട്ടുകാർക്കും വേണ്ടി സ്വജീവിതം തന്നെ സമർപ്പിച്ച പി.എ. തങ്ങൾ ഒളിമങ്ങാത്ത ഓർമ്മയായി എന്നും കരിമ്പുഴയുടെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പ്. പി.എ. തങ്ങളുടെ വിയോഗം കരിമ്പുഴയ്ക്ക് നികത്താനാവാത്ത വിടവാണെന്നും രാഷ്ട്രീയത്തിലേക്ക് തന്നെ കൈപ്പിടിച്ചുയർത്തുകയും ഒരു ജനപ്രതിനിധിയാക്കി വളർത്തുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണെന്നും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി പറഞ്ഞു. ജനങ്ങൾ ഇല്ലെങ്കിൽ ഞാനില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെന്നും കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തോടി അനുസ്മരിച്ചു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ തങ്ങളാപ്പ ഞങ്ങളോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ പാർട്ടിയിലെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെയും ഞങ്ങളെ എല്ലാമായിരുന്നു ഞങ്ങളെ തങ്ങളാപ്പ. ഞങ്ങൾക്ക് എൻ്റെ പാർട്ടിയിലേക്ക് വഴികാട്ടിയായിരുന്നു. അതുപോലെ തന്നെ എന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും രാഷ്ട്രീയത്തിൽ എന്നെ ഒരു ജനപ്രതിനിധിയാക്കിയതും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, ബ്ലോക്ക് പ്രസിഡന്റാക്കി, ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റാക്കിയതൊക്കെ തങ്ങളാപ്പാടെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. എങ്ങനെ ഞാൻ പറയാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. അത്രക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും ഞങ്ങളുടെ പഞ്ചായത്തിൽ രാവിലെ വന്ന് ഇവിടെ ആളുകളായിട്ട് സംസാരിച്ചിരിക്കുന്നത് എന്നും തങ്ങൾക്കാക്ക് ഒരു എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. അത്രക്കാണ് ജനങ്ങളായിട്ട് എന്നും ഇടപഴകിക്കൊണ്ട് ജനങ്ങളില്ലെങ്കിൽ തങ്ങളാപ്പല്ല എന്നുള്ള ആ ഒരു ഇതാണ് തങ്ങളാപ്പാക്ക് രാവിലെ തുടങ്ങിയപ്പോ ഒരു 5-6 ദിവസമായിട്ടുള്ളൂ ഇപ്പൊ തങ്ങളാപ്പ ഇങ്ങോട്ട് വരാതിരുന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഭരണത്തിന് എന്നും തങ്ങളാപ്പ തന്നെയാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. അത്രക്ക് വിഷമത്തിലാണ് ഞങ്ങളെല്ലാവരും. മണ്ണാർക്കാട് CPIയിലെ പേയ്മെന്റ് സീറ്റ് വിവാദം AYF നേതാവിനെതിരെ അച്ചടക്ക നടപടിക്ക് നീക്കം. AYF ജില്ലാ വൈസ് പ്രസിഡന്റും CPI മണ്ഡലം കമ്മിറ്റി അംഗവുമായ ഷാഫി നറുക്കോട്ടിലിന്റെ അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ യോഗത്തിൽ തന്നെ ഷാഫി പേയ്മെന്റ് ആരോപണം ഉന്നയിച്ചിരുന്നു. പേയ്മെന്റ് ആരോപിച്ച് മാധ്യമങ്ങളിൽ പരസ്യപ്രതികരണം നടത്തിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയത് ഷാഫിയാണെന്നാണ് നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. ബുധനാഴ്ച ചേർന്ന മണ്ണാർക്കാട് അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിലെ വിവരങ്ങളും ചോർന്നിരുന്നു. ഇതും ഷാഫി വഴിയാണെന്നാണ് നേതൃത്വം കരുതുന്നത്. ഈ സാഹചര്യത്തിലാണ് നടപടിക്കൊരുങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പേയ്മെന്റ് ആരോപണം ഉൾപ്പെടെയുള്ള ഒരു കാര്യവും ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്ന് മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി AK അസീസ് അറിയിച്ചു. നെല്ലായിൽ ഫുട്ബോൾ ടർഫിൽ വെച്ച് യുവാക്കളെ ആക്രമിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ 4 പേരെ ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലായ ജംഗ്ഷനിലെ ഗ്രീൻവേ ടർഫിൽ കഴിഞ്ഞ ഏപ്രിൽ 26 രാത്രിയിലാണ് സംഭവം നടന്നത്. നെല്ലായ ഇരുമ്പാലശ്ശേരി കീഴാടയിൽ വീട്ടിൽ മുഹമ്മദ് ഷഹീൻ എന്ന സൈനുദ്ദീൻ, കീഴാടയിൽ വീട്ടിൽ മുഹമ്മദ് സംഹാൻ, ഇരുമ്പാലശ്ശേരി ഒടേമുക്കിൽ വീട്ടിൽ മുഹമ്മദ് അർഷാദ്, കീഴാടയിൽ വീട്ടിൽ മുഹമ്മദ് അൽത്താഫ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. നെല്ലായ ജംഗ്ഷനിലെ ഗ്രീൻവേ ടർഫിൽ കഴിഞ്ഞ ഏപ്രിൽ 26 രാത്രിയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരനും സുഹൃത്തുക്കളും കളി കാണുന്നതിനിടെ അവിടെ എത്തിയ പ്രതികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നെന്നും മുൻവൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾ പരാതിക്കാരനെയും സുഹൃത്തുക്കളായ ഷഹൽ, മിർഷാദ് എന്നിവരെയും കൈകൊണ്ടടിച്ചും ചവിട്ടിയും പരിക്കേൽപ്പിച്ചുവെന്നും
ഒന്നാം പ്രതിയായ സൈനുദ്ദീൻ മിർഷാദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഷോൾഡറിൽ കുത്തി പരിക്കേൽപ്പിച്ചു എന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒളിവിലായിരുന്ന പ്രതികളെ മെയ് 14 വ്യാഴാഴ്ച ഇരുമ്പാലശ്ശേരിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആലിപ്പറമ്പിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് റോഡുകളിൽ കുഴിയെടുത്തത് റോഡ് തകർച്ചയ്ക്ക് കാരണമായി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഇതുവരെയും പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണ ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതി പൈപ്പുകൾ സ്ഥാപിക്കാൻ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ റോഡുകൾ വെട്ടിപ്പൊളിച്ച് കുഴികൾ എടുത്തിട്ട് വർഷങ്ങളായി. ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന റോഡ് പുനരുദ്ധാരണം നടത്താത്ത ജല അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തി. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജല അതോറിറ്റി പെരിന്തൽമണ്ണ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. ആനമങ്ങാട് യൂത്ത് ലീഗ് പ്രസിഡന്റ് നജ്മുദ്ദീൻ ആനമങ്ങാട്, സെക്രട്ടറി ഷാഹിദ് അലി, മുഹമ്മദ് ഷിയാസ്, ഷാഫി ചുങ്കത്ത്, ജുബൈർ സൽമാൻ, സജീർ പള്ളിക്കുന്ന്, നിയാസ്, അമാനുള്ള, അജ്മൽ PC എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത്. ജൽജീവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷമായി തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ള ആവശ്യമായി ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇന്ന് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഈ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം മെയ് 8-ാം തീയതി മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നും എത്രയും പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കാമെന്നുള്ള ഉറപ്പ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിരുന്നു. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ഈ സമരം ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ യാത്രാക്ലേശം പരിഹരിച്ച് റോഡുകളെ പുനരുദ്ധാരണം നടത്തി ഈ അടുത്ത കാലവർഷം ആവുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി ഇത് വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ യൂത്ത് ലീഗിന് ഇത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ തുടർ സമരങ്ങളുമായിട്ട് യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. പഞ്ചായത്തിലെ വിവിധ റോഡുകൾ 2 വർഷമായി തകർന്നു കിടക്കുകയാണ്. പുതിയ ടെൻഡർ പ്രകാരം റോഡുകളുടെ പ്രവൃത്തികളടക്കം ജൽജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിച്ച് പണി പൂർത്തീകരിക്കാതെ നീണ്ടുപോവുകയാണ്. തിങ്കളാഴ്ച മുതൽ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയതായി യൂത്ത് ലീഗ് പ്രവർത്തകർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. സർക്കാർ ആശുപത്രികളിൽ OP ടിക്കറ്റ് ഓൺലൈനാക്കിയെങ്കിലും സെർവർ തകരാർ രോഗികളെ വലയ്ക്കുന്നു. സെർവർ തകരാർ മൂലം പലപ്പോഴും കൂടുതൽ സമയം കാത്തുനിൽക്കേണ്ടി വരുന്നുമുണ്ട്. ഓൺലൈൻ സംവിധാനം കുറ്റമറ്റതാക്കണമെന്നാണ് ആശുപത്രിയിലെത്തുന്നവരുടെ ആവശ്യം. OP ടിക്കറ്റിനുള്ള കാത്തുനിൽപ്പ് ഒഴിവാക്കാനാണ് ഇ-ഹെൽത്ത് പദ്ധതി പ്രകാരം ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതിനായി ഇ-ഹെൽത്ത് പോർട്ടലിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ശേഷം ലഭിക്കുന്ന UID ഉപയോഗിച്ചാണ് OP ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് ആശുപത്രി കൗണ്ടറിൽ കാണിച്ച് ഡോക്ടർക്ക് കുറിപ്പെഴുതാനുള്ള ഷീറ്റ് പ്രിന്റ് ചെയ്ത് നൽകും. നേരത്തെ പേരും വയസ്സും ഫോൺ നമ്പറും കൗണ്ടറിൽ നൽകി കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രിന്റ് നൽകിയിരുന്നത്. ഇതിന് ഏറെ സമയം എടുത്തിരുന്നു. ഓൺലൈൻ ആയതോടെ പ്രിന്റ് എടുക്കേണ്ട സമയം മാത്രമാണ് വരുന്നത്. സംസ്ഥാനത്താകെ കേന്ദ്രീകൃത സെർവർ ആയതിനാൽ മിക്കപ്പോഴും സെർവർ സ്പീഡ് കുറയുകയോ തകരാർ സംഭവിക്കുകയോ ചെയ്യുന്നതാണ് രോഗികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. തുടക്കമായതിനാലാണ് ഇത്തരം പ്രശ്നങ്ങളെന്നും വരും ദിവസങ്ങളിൽ ഓൺലൈൻ സംവിധാനം തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. ഇത്തരത്തിൽ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു വരുന്നവർക്ക് പ്രിന്റ് എടുക്കാൻ പ്രത്യേകം കൗണ്ടർ ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി. ഇരുമ്പുൽപ്പന്നങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെ കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C. സുകുമാരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധനവിൽ പ്രതിഷേധിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയർ യൂണിറ്റ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. നിർമ്മാണ സാമഗ്രികളുടെ വിലവർധനവിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം C. സുകുമാരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സാധനം വാങ്ങാൻ കൊട്ടേഷൻ ചെന്ന് വരുമ്പോൾ വേറൊരു വിലയും അത് നേരിട്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ വേറൊരു വിലയും ദിനം പ്രതി ഇന്ന് വാണം പോലെ ഇതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ, ഈ അസംഘടിത മേഖലയെ, അതിലെ ആ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണവും ആ തൊഴിലുൽപ്പന്നങ്ങൾക്ക്, ആ തൊഴിലാളികളുടെ തൊഴിൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിനെതിരെ അല്ലെങ്കിൽ ആ വിലക്കയറ്റം പിടിച്ചിരുത്തുന്നതിനെതിരെ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്
നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ മേഖലയെ തരിപ്പണമാക്കുന്നതിന് വേണ്ടി, ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഈ രീതിയിലേക്ക് ഇതിനെ നേരിടുമ്പോൾ ഈ തൊഴിലാളികൾക്ക് ഈ സമരമാർഗമല്ലാതെ വേറൊരു വഴിയുമില്ല എന്നുള്ളതാണ് സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതുപോലെയുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളിൽ ഇവർ പറയുന്നത് സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യണം. ആ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ വേണ്ട സമയത്ത് ലഭ്യമാവുകയും ന്യായമായ വിലയിൽ അത് ലഭ്യമാവുകയും ചെയ്യണമെന്നാണ് ന്യായമായ ആവശ്യമാണ് ഈ തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് മുരളി മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഒ സതീഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് നിഷാദ് മോൻ, സെക്രട്ടറി സത്യബാലൻ, KC അഷ്റഫ്, KP രാമൻകുട്ടി, ബ്ലോക്ക് ട്രഷറർ സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗൾഫ് മേഖലയിലെ യുദ്ധത്തിന്റെ പേരും പറഞ്ഞ് കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് വിപണിയിൽ 40% കൂടുതൽ വില കയറ്റി നിർമ്മാണ മേഖലയെ തകർക്കുന്ന സമീപനമാണ് കമ്പനികൾ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സിഡ്കോ പോലുള്ള സർക്കാർ ഏജൻസികൾ വഴി ഈ മേഖലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് മുരളി മോഹൻ ആവശ്യപ്പെട്ടു. ഈ ഇരുമ്പുൽപ്പന്നങ്ങൾ, അതായത് നമ്മുടെ അസംസ്കൃത വസ്തുക്കളായ GP പൈപ്പ്, MS ആംഗ്ലർ, ഇതൊക്കെ അനധികൃതമായിട്ടുള്ള വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ട്, അതായത് നമ്മളെ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ മറവിൽ കുത്തക കമ്പനികളായിട്ട് ഈ ഉൽപാദകര് 75-80 രൂപ ഉണ്ടായിരുന്ന പൈപ്പിന് ഇന്ന് മാർക്കറ്റിൽ 105 രൂപ വിലയാണ്. അതുപോലെ തന്നെ മറ്റ് PVC ഫിറ്റിങ്സ്, അതിനോടനുബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റം കാരണം ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ പോസ്റ്റ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ താവളമായി മാറുന്ന ഒറ്റപ്പാലം മൈലുംപുറം കുന്നുംപുറം മേഖലയെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി നാട്ടുകാർ. ഒറ്റപ്പാലം മൈലുംപുറത്തിന് അടുത്തുള്ള കുന്നുംപുറം നിവാസികളാണ് ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ താക്കീതുമായി ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിച്ചത്. പ്രദേശത്ത് കഞ്ചാവ്, MDMA തുടങ്ങിയ നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ച സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത്. ലഹരി ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരക്കാരെ തടയുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് ബോർഡിലൂടെ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഭാവി തലമുറയെ ലഹരി വിപത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇവരുടെ നിലപാട്. ഒരാഴ്ച മുൻപാണ് പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ എക്സൈസും പോലീസും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നാട്ടുകാരുടെ ഈ ഇടപെടലിന് പിന്നാലെ ലഹരി സംഘങ്ങളുടെ ശല്യം ഗണ്യമായി കുറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു. നമ്മൾ പരിചയമില്ലാത്ത കുറെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 25 വയസ്സിനൊക്കെ താഴ്ന്ന പിള്ളേർ ഈ പാടത്ത് വക്കത്ത് വന്നിട്ട് നമ്മൾ ഈ മാരകമായ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കലും പിന്നെ വിൽക്കലും ഒക്കെയാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റിയത്. അത് കുറേ നേരം നമ്മൾ വാണിംഗ് കൊടുത്തു, പക്ഷെ അത് നിൽക്കണില്ല. പിന്നെ ഇതിനെ എക്സൈസും ഡെയിലി രാത്രി 10-11 മണിക്ക് എക്സൈസും പോലീസും വന്ന് ഡെയിലി ഇതിനെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർക്ക് കൂടെ രാത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊരു വാണിംഗ് എന്ന രീതിയിലാണ് ഈ ഫ്ലെക്സ് വെക്കാൻ കാരണം. ഉള്ള ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ് ഇതിൽ. പിന്നെ ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുള്ള കാലത്തോളം നടക്കില്ല എന്നൊരു വാണിംഗാണ് നമ്മൾ മൊത്തത്തിൽ. നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവർ ചോദിക്കുന്നതിന് പറയുന്ന പരിധികളുണ്ട്. അത് വേറെ രീതിയിലേക്ക് നീങ്ങും. പോലീസായാലും എക്സൈസ് ആയാലും രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഈ പാടത്ത് കൂടെ ഒക്കെ തിരയുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ ജനകീയ പ്രതിരോധം എന്ന നിലയിൽ നമ്മൾ ആദ്യഘട്ടം എന്ന് വെച്ചാൽ ഫ്ലെക്സ് വെച്ചു. ഇനി ജനകീയമായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനെ ശക്തമായി പ്രതിരോധിച്ച് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഫ്ലെക്സ് വെച്ചു, എല്ലാവരെയും അറിയിക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് വെച്ചതിന് ശേഷം തന്നെ നല്ല മാറ്റമുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ അറിയാത്ത വണ്ടികൾ വന്നിട്ട് ഒരാഴ്ചയിലധികമായി അത്തരം പ്രവണത ഇല്ല. നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ജനകീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നാടൊന്നാകെ കൈകോർത്താൽ ലഹരി എന്ന മഹാവിപത്തിനെ ഒരു പരിധിവരെ തുരത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിനെ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ച അജ്മൽ ഭീമനാടിന് ജന്മനാടിൻ്റെ ആദരം. ഭീമനാട് പള്ളിപ്പടി ഡിഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ആദരം നൽകിയത്. സിവിൽ ഡിഫൻസ് പരിശീലനത്തിൽ നിന്ന് ലഭിച്ച അറിവാണ് ഈ നിർണായക ഘട്ടത്തിൽ തുണയായതെന്ന് അജ്മൽ പറഞ്ഞു. ജോലിക്കായി കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെയാണ് മഞ്ചേരി ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന കാറിലുള്ളവർ പരിഭ്രാന്തരായി കൈവീശി കാണിക്കുന്നത് അജ്മലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ വാഹനം നിർത്തി കാറിനടുത്തേക്ക് ചെന്ന് കാര്യം തിരക്കിയപ്പോഴാണ്
കുഞ്ഞിന്റെ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയ വിവരം ദമ്പതികൾ പറഞ്ഞത്. ഉടൻ കുഞ്ഞിനെ എടുത്ത് അജ്മൽ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചു. സിവിൽ ഡിഫൻസ് പരിശീലനത്തിൽ നിന്ന് ലഭിച്ച അറിവാണ് ഈ നിർണായക ഘട്ടത്തിൽ തുണയായതെന്ന് അജ്മൽ പറഞ്ഞു. ചേട്ടൻ വയ്യാത്രക്കാരെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ വാഹനം നിർത്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് അപ്പുറത്ത് ചേച്ചി കുത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുലപ്പാൽ കൊടുക്കുന്ന ഇടയിൽ കുട്ടിയുടെ ശ്വാസം തടസ്സപ്പെട്ടതാണ് കാരണം. തടസ്സപ്പെട്ടത് കാരണം കൊണ്ട് ഞാൻ എന്താട്ടി, ഞാനൊരു മണ്ണാർക്കാട് സന്നദ്ധ പ്രവർത്തനങ്ങളിലും സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ച് ട്രെയിനിങ് ലഭിച്ചത് കൊണ്ട് ആ സമയത്തെ ഇടപെടൽ കാരണം കൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ മേടിച്ച കുഞ്ഞിനുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. കുഞ്ഞ് ഉടൻ തന്നെ ഛർദ്ദിക്കുകയും കരയുകയും ചെയ്തപ്പോൾ ആ ഫാമിലി എന്നോട് ഒരുപാട് നന്ദി അറിയിച്ചു. ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. എനിക്ക് അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉടൻ തന്നെ അവരോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുമായിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ച അജ്മൽ ഭീമനാടിന് ഭീമനാട് പള്ളിപ്പടി ഡിഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം രജിത രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് അധ്യക്ഷനായി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി നാസർ, ASI ഫസലുർ റഹ്മാൻ, ക്ലബ്ബ് അംഗം സന്തോഷ്, അച്ചിപ്ര സിദ്ദിഖ്, അബ്ദുൽ ഖാദർ ഭീമനാട്, ഹാരിസ് ഭീമനാട്, ഐമുട്ടി ഹാജി കോട്ടോപ്പാടം, ക്ലബ്ബ് അംഗം അസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട്ടെ പുരാതന തറവാടുകളിലൊന്നായ നെച്ചുള്ളി തറവാടിന്റെ കുടുംബസംഗമം 17 ഞായറാഴ്ച മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തും. സാംസ്കാരിക പ്രവർത്തകൻ VK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് കുടുംബ സംഗമം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2007 നെച്ചുള്ളി കുടുംബ കൂട്ടായ്മ രൂപീകരിച്ചത്. 400-ലധികം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കൂട്ടായ്മ 2 വർഷത്തിലൊരിക്കലാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. കല, കായികം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്നവരെയും 75 വയസ്സ് കഴിഞ്ഞവരെയും ചടങ്ങിൽ ആദരിക്കും. കൂട്ടായ്മ പ്രസിഡന്റ് N മധുസൂദനൻ അധ്യക്ഷത വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും സമ്മാന വിതരണവും നടത്തും. കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക നായകനും പ്രശസ്തനായ വാഗ്മിയുമായിട്ടുള്ള സുരേഷ് ബാബു സാറാണ് നമ്മുടെ ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ കുടുംബസംഗമം മണ്ണാർക്കാട് താലൂക്കിലെ നായർ കുടുംബാംഗങ്ങളിൽ ഏറ്റവും വലിയ ഒരു കുടുംബമാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ഒരു 2-3 വർഷം മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു കുടുംബസംഗമം, അന്ന് നമ്മുടെ കുടുംബസംഗമത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന നെച്ചുള്ളി മണി, അദ്ദേഹം ഇന്നില്ല. എന്നിരുന്നാലും അത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഭവമായി മാറി. കാരണം യൂട്യൂബ് മുഖേന ഏകദേശം 1,00,000-ലധികം ആൾക്കാർ അതന്ന് വീക്ഷിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ മുക്കിലും മൂലയിലും നെച്ചുള്ളി കുടുംബത്തിൻ്റെ പ്രശസ്തി പരന്ന് ഇന്ന് ഒരാൾക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു കുടുംബ കൂട്ടായ്മയാണ് നെച്ചുള്ളി കുടുംബത്തിൻ്റെ. പ്രസിഡന്റ് N മധുസൂദനൻ, സെക്രട്ടറി N ജ്യോതി ഭൂപതി, ട്രഷറർ N അജയൻ, നെച്ചുള്ളി ചന്ദ്രൻ, നെച്ചുള്ളി അച്യുതൻ, N രാധാമണി, ഗീതാ ജനാർദ്ദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ന് ഈ കുടുംബ സംഗമം എന്നുള്ളത് വളരെ ഞങ്ങൾക്കെല്ലാം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് ആരും തമ്മിലൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഇവരെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഒരു ഇത് നടത്തുന്നത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ എന്ന് പറയാം, സ്ത്രീകളുടെ ഒരു സന്തോഷാവസ്ഥയാണ് ഇപ്പോഴത്. ഞങ്ങൾക്ക് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാവരും കൂടി ഒന്ന് കണ്ടുമുട്ടുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. എല്ലാവരും അടുക്കളയിൽ നിന്ന് പുറത്ത് വരും. അതാണ് ഈ ഒരു കുടുംബത്തിൻ്റെ ഇവർ ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ലക്കിടി മംഗലം മൂന്നുണ്ണി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം വർണ്ണാഭമായി. എഴുന്നള്ളിപ്പും മേളവും അനുഷ്ഠാന കലാരൂപങ്ങളും ഉത്സവ ചന്തം തീർത്തു. ഉച്ചയ്ക്ക് തായമ്പകയ്ക്ക് ശേഷം മന്ത്രിയിടത്ത് മനയിൽ നിന്ന് ആനപ്പൂരം പുറപ്പെട്ടു. ഗജവീരൻ ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റി. പൂരം കാവുപറമ്പിൽ അണിനിരുന്നതോടെ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം അരങ്ങേറി. കാളയും പൂതൻ തിറകളും സ്പെഷ്യൽ ആഘോഷ കമ്മിറ്റികളുടെ കാഴ്ചകളും വർണ്ണാഭമായി.
രാത്രി പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് പൂർത്തിയായി. 7 ദിവസത്തെ തോൽപ്പാവക്കൂത്തും ഇതോടെ സമാപിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റ് വാർത്തകൾ കൂടി നോക്കാം. വാണിജ്യ വാർത്തകൾ. ഓട്ടോമോട്ടീവ് മേഖലയിൽ ചെർപ്പളശ്ശേരിയെ കൈപ്പിടിച്ചുയർത്തിയ GT9 കാർ കെയർ കൂടുതൽ മികവുറ്റതാകുന്നു. ബോഡി വർക്ക്സ് ഡീറ്റെയിലിംഗ് രംഗത്തെ ഏറ്റവും പുതിയ സർവീസുകളുമായി GT9 ഗാരേജ് ചെർപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. അഞ്ച് വർഷം മുമ്പ് ചെർപ്പളശ്ശേരിയിൽ ആരംഭിച്ച് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന GT9 കാർ കെയറിന്റെ കീഴിലാണ് GT9 ഗാരേജ് പ്രവർത്തനം ആരംഭിച്ചത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കാർ ആക്സസറീസ് വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് വാഹനപ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ GT9 ഡീറ്റെയിലിംഗ്, ബോഡി വർക്ക്ഷോപ്പ് മേഖലകളിലെ അതിനൂതന സാങ്കേതിക വിദ്യകൾ ചെർപ്പശ്ശേരിക്ക് പരിചയപ്പെടുത്തിയാണ് GT9 ഗാരേജ് തുറന്നിരിക്കുന്നത്. ചെർപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ GT9 കാർ കെയറിന് പിറകുവശത്തായി വിപുലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയ GT9 ഗാരേജ് പി മമ്മിക്കുട്ടി MLA, നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ KT, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് എന്നിവരുടെയും സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ പാണക്കാട് മൊയ്നലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിൻ്റെ 5ാം വാർഷികമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പുതിയ കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ മേഖല ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സന്തോഷ മുഹൂർത്തത്തിലാണുള്ളത്, സെലിബ്രേഷനിലാണുള്ളത്. നമ്മുടെ ഈ നാട്ടിലെ എല്ലാ സഹോദരന്മാരും സഹോദരികളൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് സഹകരിക്കുകയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും വേണം. കൂടുതൽ വിജയകരമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചെർപ്പശ്ശേരി പട്ടണത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം പ്രവർത്തിച്ച് വരുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ, ആവശ്യക്കാർക്കിടയിൽ, വാഹന ഉടമകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്നൊരു സ്ഥാപനമായി ഇത് വളർന്നു വന്നിട്ടുണ്ട്. ആ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ഗാരേജ് സംവിധാനം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും 5 വർഷമായിട്ടുള്ളെങ്കിലും, വയസ്സ് 5 ആയിട്ടുള്ളെങ്കിലും നല്ല യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം രേഖപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ സംവിധാനം കൂടുതൽ ഫലപ്രദമായും പ്രയോജനപ്രദമായും പ്രവർത്തിച്ച് ഇനിയും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഇത് കുതിക്കട്ടെ. സെറാമിക് കോട്ടിംഗ്, ഗ്രാഫൈൻ കോട്ടിംഗ്, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം, കൂളിംഗ് ഫിലിം, ഇന്റീരിയർ ക്ലീനിംഗ് തുടങ്ങിയ ഡീറ്റെയിലിംഗ് സർവീസുകൾക്ക് പുറമെ പെയിന്റിംഗ്, ഡെന്റിംഗ്, മെക്കാനിക്കൽ വർക്ക്, ഫേസ് ലിഫ്റ്റിംഗ്, പെർഫോമൻസ് അപ്ഗ്രേഡ് തുടങ്ങിയ സേവനങ്ങളും പുതുതായി ആരംഭിച്ച GT9 ഗാരേജിൽ ഒരുക്കിയിട്ടുണ്ട്. ആധുനിക സംവിധാനങ്ങളോടുകൂടെയും കൂടുതൽ സൗകര്യങ്ങളോടുകൂടെയും 5 വർഷം പൂർത്തീകരിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന GT9 നഗരസഭയുടെയും എൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ലോകത്തുള്ള പുതിയ നൂതന വാഹനങ്ങളുടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ പെയിൻറ്റിങ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടിയും വൃത്തിയായും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ചെർപ്പളശ്ശേരിയിൽ GT9 എന്ന പേരിൽ ആരംഭിച്ചത്. അതിൻ്റെ പ്രവർത്തനം വാഹന ഉപഭോക്താക്കൾക്ക് എല്ലാവർക്കും ചെർപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഈ സ്ഥാപനത്തിനെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ന് 5ാം വാർഷികം പൂർത്തിയാക്കുമ്പോൾ GT ഗാരേജ് എന്ന പേരിൽ പുതിയ മെയിൻ്റനൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സംവിധാനം വളരെ നല്ല രീതിയിൽ ചെർപ്പളശ്ശേരിയിലെ വാഹന ഉപഭോക്താക്കൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അത്യാധുനിക മെഷീനറികളുടെ സഹായത്തോടെ വിദഗ്ധരായ വർക്കേഴ്സിന് കീഴിലാണ് GT9 ഗാരേജ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ ബോഡി കിറ്റുകൾ, ബോഡി കസ്റ്റം വർക്കുകൾ, ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റുകൾ, ഓഫ് റോഡ് പ്രൊഡക്റ്റുകൾ, ഓഡിയോ അപ്ഗ്രേഡേഷൻ, അലോയ് വീലുകൾ, വെഹിക്കിൾ ട്രാക്കിംഗ് GPS, സീറ്റ് കസ്റ്റമൈസേഷൻ തുടങ്ങിയ സർവീസുകളും GT9 ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും മിതമായ നിരക്കിലാണ് GT9 ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോമോട്ടീവ് മേഖലയിലെ ഏറ്റവും പുതിയ സർവീസുകൾ ചെർപ്പളശ്ശേരിയിൽ ലഭ്യമാക്കുകയാണ് GT9 ഗാരേജിന്റെ ലക്ഷ്യമെന്നും മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച സേവനം ഉപഭോക്താക്കൾക്ക് നൽകാൻ GT9 കഴിയുമെന്നും GT9 മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഗാരേജിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ബോഡി ഷോപ്പായിട്ടാണ് തുടങ്ങുന്നത്. അതായത് പെയിൻറ്റിങ് വർക്കുകളുണ്ട്, മെക്കാനിക്കൽ വർക്കുകളുണ്ട്, ഫേസ് ലിഫ്റ്റിങ്, വണ്ടിക്ക് വേണ്ട എല്ലാവിധ പരിപാടികളും ഇപ്പോൾ പുതിയതിൽ തുടങ്ങിയിട്ടുണ്ട്. 5 വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ആക്സറീസിൻ്റെ ഫീൽഡിലുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഗാരേജ് ഷിഫ്റ്റ് ചെയ്തതാണ്. ഷിഫ്റ്റ് ചെയ്ത് ഗാരേജിൽ നമുക്ക് ബോഡി പാർട്സ് കാര്യങ്ങൾ, മെക്കാനിക്കൽ എല്ലാ പരിപാടിയും ഉണ്ട്. വണ്ടിക്ക് വേണ്ട ഒട്ടുമിക്ക A to Z വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ റീസ്റ്റോറേഷൻ്റെ A to Z ഏത് വണ്ടി വന്നാലും റീസ്റ്റോറേഷനുള്ള എല്ലാ പരിപാടികളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ പ്രൊഫഷണലാണ്. ഫുള്ള് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. വിലയൊക്കെ മാക്സിമം ബെസ്റ്റ് പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഡിസ്കൗണ്ട് ബെസ്റ്റ് പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. വിവാഹ മംഗളകർമ്മങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പ്രൗഢവും മനം കവരുന്നതുമായ ബ്രൈഡൽ ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ട് ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി. മെയ് 14 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന ഷോയിൽ ട്രെൻഡിംഗ് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പ്രൗഢഗംഭീരമായ രീതിയിലാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായത്. മെയ് 14 മുതൽ 17 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം വിവാഹ വിപണിയിലെ പുത്തൻ ട്രെൻഡുകളെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷോറൂമിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടറും നിളയോരം ആയുർവേദ റിട്രീറ്റ് CEO-യുമായ സന്ധ്യ മന്നാത്ത്, CSN ട്രസ്റ്റ് സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ പ്രസിഡന്റുമായ EP ചിത്രേഷ് നായർ എന്നിവർ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ബ്രൈഡൽ ഷോ ഉദ്ഘാടനം ചെയ്തു. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിക്കാനോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആയിട്ട് തന്നെ വിലസുന്ന ഒരു ജ്വല്ലറിയാണ് മലബാർ ഗോൾഡ്. ഇന്ന് നമ്മളിവിടെ അൺവീൽഡ് കനക എന്നുള്ള ഒരു കളക്ഷൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അണിയുന്ന എല്ലാ സ്ത്രീരത്നങ്ങളും ലക്ഷ്മി ദേവിയുടെ പവർ അല്ലെങ്കിൽ ആ ഐശ്വര്യം തേജസ്സും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഈ വർഷത്തെ വിവാഹ സീസണെ വരവേൽക്കാൻ സവിശേഷമായി രൂപകൽപ്പന ചെയ്ത തൻവിക കളക്ഷന്റെ ലോഞ്ചിങ്ങും ഇതോടൊപ്പം നടന്നു. ലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ക്ഷേത്രവാസ്തു ശില്പകലയും മികച്ച കരവിരുതും സമന്വയിപ്പിച്ച് തയ്യാറാക്കിയ ആഭരണങ്ങളാണ് തൻവികയുടെ പ്രത്യേകത. കൂടാതെ വജ്രാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരം പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ബ്രൈഡൽ ഷോയിൽ ഡോക്ടർ അക്ഷയ മുരളി, വി അനുശ്രീ, ഫിദ, ദിയ, ഷിംന എന്നീ മോഡലുകൾ മലബാർ ഗോൾഡിന്റെ പുതിയ ഡിസൈനുകൾ അണിനിരന്നു. കേക്ക് കട്ട് ചെയ്ത മോഡലുകൾ ഡിസൈനുകൾ പരിചയപ്പെടുത്തി. മലബാറായിട്ട് കുറെ വർഷത്തെ ബന്ധമാണ്. സോ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ പാരൻസ് വാങ്ങിച്ചു തന്ന ഡയമണ്ട്സ് മലബാറിൽ നിന്നായിരുന്നു. അവരവരുടെ മൈൻഡ് ഡയമണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് വാങ്ങിച്ചത്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് വീക്ക്. സോ വി ചൂസ് മലബാർ for our special day.
and it will always be special for us. And thank you for inviting me. എനിക്ക് പറഞ്ഞ ഫസ്റ്റ് ഡയമണ്ട്സ് ഇവിടെ നിന്ന് വാങ്ങിട്ടാ അമ്മ വാങ്ങിട്ടാന്ന് ഇവിടെ നിന്നാണ്. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫ്യൂച്ചറിൽ ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിക്കുന്നു. ഞാൻ പാലപ്പുറത്തൊക്കെയാണ് വരുന്നത്. എന്റെ മാരേജ് 21-ാം തീയതിയാണ്. അപ്പോൾ ഇവിടുന്നെയാണ് ഓർണമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് കളക്ഷൻസ് ഒരുപാട് ഇഷ്ടമായി. നാമമായ പണിക്കൂലിയിൽ തങ്ങളുടെ ഇഷ്ട ഡിസൈനുകൾ തിരഞ്ഞെടുക്കാൻ ഈ 4 ദിവസത്തെ പ്രദർശനം ഉപഭോക്താക്കൾക്ക് വലിയൊരു അവസരമാണ് ഒരുക്കുന്നത്. മലബാർ ഗോൾഡ് ഒറ്റപ്പാലം സ്റ്റോർ ഹെഡ് VS ഷഫീർ, മാർക്കറ്റിംഗ് മാനേജർ രാജേഷ് നായർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സബ് ബ്രാൻഡ്സ് ആയിട്ടുള്ള ഒരുപാട് സബ് ബ്രാൻഡ്സ് ഉണ്ട്. സബ് ബ്രാൻഡ്സ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നമ്മളിപ്പോ ഇതിൽ ഏതെങ്കിലും ഓർണമെന്റ്സ് വെച്ചിട്ട് എല്ലാം ഹെവി ഓർണമെന്റ്സ് ആണ്. എല്ലാം ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ് അല്ല. ഇപ്പൊ അറിയാം, ഗോൾഡ് റേറ്റ് ഇത്രയും കൂടി കിട്ടുന്ന സാഹചര്യമാണ്. അപ്പൊ ഇത്രയും കസ്റ്റമർ ടേസ്റ്റ് മൊത്തത്തിലൊക്കെ മാറിയിട്ടുണ്ട്. ഹെവി വെയിറ്റ് എന്നുള്ളത് മാറിയിട്ട് ലൈറ്റ് വെയിറ്റ് എന്നുള്ള രീതിയിലേക്കാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഇതിൽ വെഡിങ് സെറ്റൊക്കെ തന്നെ ലൈറ്റ് വെയിറ്റിൽ ഒരുപാട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷോയിൽ ലൈറ്റ് വെയിറ്റ് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പുതിയതായിട്ടൊരു കൗണ്ടർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയിലെ വെഡിങ് ഓർണമെന്റ്സ് ആയാലും ലൈറ്റ് വെയിറ്റ് റെഗുലർ യൂസിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഇതിൽ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് അവിടെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും അത് കാണാം, അതിന്റെ സെലക്ഷനൊക്കെ നോക്കാം. ഈ പരിപാടി ഒരു ഗംഭീര വിജയമാണ്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിന് സമീപമുള്ള ഷോറൂമിൽ നടക്കുന്ന ബ്രൈഡൽ ഷോയിലേക്ക് എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. തൊഴിലാളികൾക്ക് നേരെ നോയിഡയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകളുടെ പകർപ്പ് കത്തിക്കുകയും ചെയ്തു. പരിപാടി CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AS വിജയൻ അധ്യക്ഷത വഹിച്ചു. T. കൃഷ്ണദാസ്, KP ബഷീർ, K. ഗോപാലകൃഷ്ണൻ, MP മുഹമ്മദ് ഷാഫി, K. സതീഷ്, സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ വെറുതെ ഉണ്ടായതല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ തൊഴിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് തൊഴിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തൊഴിൽ സമരങ്ങളെല്ലാം നടത്തിയവരെ മൃഗീയമായി അടിച്ചൊതുക്കുകയും അവരെ വീടിന് തീയിടുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള വലിയ അക്രമം ഭരണകൂടം നടത്തിയിട്ടുണ്ട്. ആ അക്രമങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭേദപ്പെട്ട തൊഴിൽ നിയമങ്ങൾ രൂപം കൊണ്ടത്. എന്നാൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതിൽ ഒരു കുറവും വന്നില്ല. നിരന്തരമായ പോരാട്ടങ്ങൾ തൊഴിലാളികളും പാവപ്പെട്ടവരും ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി നടത്തി. ആ ജീവിത പോരാട്ടങ്ങൾ അന്നത്തെ പഴയ കാലം പോലെ തന്നെ അടിച്ചൊതുക്കാനും പോലീസിനെ ഉപയോഗിച്ച് പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചൊതുക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതിൻ്റെ എല്ലാം ഭാഗമായി ആ നിരന്തരമായ പോരാട്ടങ്ങളുടെ ഭാഗമായി ഒരു തൊഴിൽ നിയമം, അത് പ്രഖ്യാപിതമായ നിയമവും അപ്രഖ്യാപിത നിയമവും ആയ നിയമങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ഭരിക്കാൻ ഇനി വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു. എല്ലാവരോടും നന്ദിയെന്നും ഒരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്നും വി ഡി സതീശൻ. ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. UDF പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയ ആഗ്രഹമായി ഉയർന്നതുകൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചതെന്ന് നജീബ് കാന്തപുരം MLA. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ MLA-മാർക്കെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും നജീബ് കാന്തപുരം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ കരിമ്പുഴയിലെ PA തങ്ങൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ദീർഘകാലം അംഗവുമായി. മണ്ണാർക്കാട് CPI-യിലെ പേയ്മെന്റ് സീറ്റ് വിവാദം. AYF നേതാവ് ഷാഫി നറുക്കോട്ടലിനെതിരെ
അച്ചടക്ക നടപടിക്ക് നീക്കം. മണ്ഡലം കമ്മിറ്റി അംഗമായ ഷാഫിയുടെ അംഗത്വം പുതുക്കേണ്ടതില്ലെന്ന് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. നെല്ലായിൽ ഫുട്ബോൾ ടർഫിൽ വെച്ച് യുവാക്കളെ ആക്രമിക്കുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ 4 പേർ അറസ്റ്റ്. കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു സംഭവം. അക്രമത്തിന് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് പോലീസ്. ആലിപ്പറമ്പിൽ ജൽജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കിയില്ല. വർഷങ്ങളായി നേരിടുന്ന യാത്രാ ദുരിതത്തിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.